ബഹിരാകാശത്തേക്ക് യാത്ര പോകുന്നവർ ഇനി ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇവർക്ക് ചിഹ്നഗ്രഹങ്ങൾ കഴിച്ച് വിശപ്പ് മാറ്റാം എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. നമുക്കറിയാം, സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ. ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുമെന്നും കൂട്ടിയിടി സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ ഭൂമി നശിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചിഹ്നഗ്രഹങ്ങളിൽ പോഷകാഹാരമുണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തേക്ക് ബഹിരാകാശത്തേക്ക് പോകുന്ന യാത്രികർക്ക് വേണ്ടത് ഈ പോഷകാഹാരമാണെന്നും അത് ചിഹ്നഗ്രഹങ്ങളിൽ ഉണ്ടെന്നുമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രക്കാർക്ക് പോഷകാഹാരത്തിനായി ചിഹ്നഗ്രഹങ്ങളെ ഉപയോഗിക്കാമെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പുതിയ നിർദ്ദേശം വയ്ക്കുന്നത്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ആസ്ട്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇത്തരത്തിലൊന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശൂന്യാകാശത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളോളം വലിപ്പമില്ലാത്ത എന്നാൽ ഉൽക്കകളെക്കാളും വലുതുമായ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അത് ബഹിരാകാശ യാത്രികർ ഈ ചിഹ്നഗ്രഹങ്ങളെ കഴിക്കുക എന്ന് പറയുമ്പോൾ ബഹിരാകാശ യാത്രികർ ഈ ചിഹ്നഗ്രഹങ്ങളായ പാറകളും മണ്ണും കഴിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് ബഹിരാകാശത്തെ പാറകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമായ തരത്തിൽ കാർബണിനെ വേർതിരിച്ചെടുക്കണം എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശം. യാത്രികർക്ക് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാവുന്ന ഭക്ഷണത്തിന് പരിമിതിയുണ്ട്. ദീർഘകാലത്തെ ബഹിരാകാശ വാസത്തിന് ആവശ്യമായ ഭക്ഷണത്തിനായി വലിയ അളവിൽ ഉണക്കി സൂക്ഷിച്ച ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള പരിമിതികളും ബഹിരാകാശത്ത് കൃഷി ചെയ്യുന്നതിലെ അപര്യാപ്തതകളും മറികടക്കാൻ ഈ ആശയത്തിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. സൂക്ഷ്മാണുക്കൾ പ്ലാസ്റ്റിക്കുകളിൽ പ്രവർത്തിക്കുന്നതിന് സമാനമായാണ് ചിഹ്നഗ്രഹങ്ങളിലും പ്രവർത്തിക്കുന്നതെന്നാണ് ഓൺടാരിയോയിലെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി പ്രൊഫസർ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പ്ലാസ്റ്റിക് വേസ്റ്റുകളെ ഭക്ഷ്യയോഗ്യമായ നിലയിലേക്ക് മാറ്റാമെന്നും നേരത്തെ പഠനങ്ങളുണ്ടായിരുന്നു. മിഷിഗൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഗവേഷകരാണ് ഇങ്ങനൊരു പഠനം നടത്തിയത്. ഇവർ പറയുന്നത് പെയറോൾസ് എന്ന പ്രക്രിയ പ്രകാരമാണ് ഇത് നടക്കുന്നത്. ഇതനുസരിച്ച് പ്ലാസ്റ്റിക്കിനെ ഖരവാതക ദ്രാവക പദാർത്ഥങ്ങളിലേക്ക് മാറ്റും. പിന്നാലെ ഇത് ബയോ റിയാക്ടറിൽ ബാക്ടീരിയകളുമായി പ്രവർത്തിച്ച് പോഷക സമൃദ്ധമായ ജൈവ വസ്തുവായി മാറും. നിരവധി പഠനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ഗവേഷകർ നടത്തിയിട്ടുള്ളത്. സൂക്ഷ്മാണുക്കൾ ഉൽക്കാ പദാർത്ഥങ്ങളിൽ തഴച്ചു വളരുമെന്നും വിവിധ പഠനങ്ങൾ പറയുന്നു. അത്തരത്തിൽ സൂക്ഷ്മാണുക്കൾ വിഘടിപ്പിച്ചുണ്ടാക്കുന്ന കാർബൺ ഏകദേശം 600 വർഷങ്ങൾ യാത്രികർക്ക് ഉപയോഗിക്കാമെന്നും കണക്കുകൂട്ടുന്നു. ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പുവരുത്താൻ നിരവധി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇത് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. കൂടാതെ ബഹിരാകാശ യാത്രികർ ബഹിരാകാശത്ത് ഉപ്പും പഞ്ചസാരയും കൊണ്ടുപോകുന്നതിനും നിരോധനമുണ്ട്. അതായത് 0 ഗുരുത്വാകർഷണത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ വിഭവങ്ങളും പാനീയങ്ങളിലും പഞ്ചസാരയോ ഉപ്പോ തളിക്കാൻ പാടില്ല. പാത്രത്തിൽ വീഴുന്നതിന് പകരം പരലുകൾ ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുകയും ഉപകരണങ്ങളിലെ ഇടുങ്ങിയ ഭാഗങ്ങളിൽ ഇത് തടയുകയും ചെയ്യും. ഈ പരലുകൾ ബഹിരാകാശ യാത്രക്കാരുടെ മൂക്ക്, വായ, ചെവി, കണ്ണുകൾ എന്നിവയ്ക്കുള്ളിൽ കുടുങ്ങി അവരുടെ ക്ഷേമത്തെ അപകടത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അവ ദ്രാവക രൂപത്തിലാണ് കൊണ്ടുപോവുക. അതുകൂടാതെ മറ്റൊരു നിരോധനം എന്ന് പറയുന്നത് മദ്യമാണ്. ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശത്ത് മദ്യം കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിന് പിന്നാലെ പ്രാഥമിക കാരണം ബഹിരാകാശ നിലയത്തിനുള്ളിലെ ഉപകരണങ്ങൾ നശിപ്പിക്കാൻ ഇതിന് കഴിയും. മദ്യം കഴിക്കുന്നത് സുരക്ഷാ അപകടങ്ങൾ ഉണ്ടാക്കും. ഉയർന്ന ഉയരത്തിൽ ശരീരത്തിലും തലച്ചോറിലും ലഹരി പാനീയം കൂടുതൽ സ്വാധീനം ചെലുത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മദ്യവും നിരോധിച്ചിരിക്കുകയാണ്. ബഹിരാകാശ യാത്രികർക്ക് പാനീയങ്ങൾ കൊണ്ടുപോകാനോ ബഹിരാകാശത്ത് വെച്ച് അവ കഴിക്കാനോ അനുവാദമില്ല. പ്രത്യേകിച്ചും സോഡ അല്ലെങ്കിൽ കാർബണേറ്റ് പാനീയങ്ങളാണ്. ബഹിരാകാശത്തിലെ മൈക്രോ ഗ്രാവിറ്റി കാരണം ചുറ്റുപാടുകളുടെ ജീവിതവും പ്രവർത്തനവും ഒക്കെ അവ തികച്ചും വ്യത്യസ്തമാണ്. ഈ പാനീയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുമിളകളുണ്ട്. അവ ബഹിരാകാശത്തേക്ക് വാതകവുമായി പുറത്തുവിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ തന്നെ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്നത് നിരോധിക്കുമ്പോൾ പോഷകാഹാരമായിട്ട് ചിഹ്നഗ്രഹങ്ങളെ കഴിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. അതിലെ പോഷകമായ കാർബൺ വേർതിരിച്ചെടുത്ത് ബഹിരാകാശ യാത്രികർ കഴിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാമെന്ന് തന്നെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.